അങ്ങനെ ജോർജിയയിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണിത്. ഇന്ന് നമ്മൾ പോകുന്നത് ജോർജിയയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഇതിനെ പൊതുവെ ആൾക്കാർ മിനി സ്വിറ്റ്സർലൻഡ് എന്നൊക്കെയാണ് പറയാം. അത്രയും അടിപൊളിയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ സത്യം പറയല്ല നമുക്ക് തിരിച്ചു വരാനേ തോന്നിയിട്ടില്ല. സോ ഇന്ന് നമ്മൾ ഒരു 1 ഡേ ടൂർ പാക്കേജ് എടുത്തിട്ടാണ് പോകുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഈ പോകുന്ന വഴിയിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ പ്ലേസസ് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കാർ എടുത്തിട്ട് പോവുകയാണെങ്കിൽ ഓരോ സ്ഥലവും സെർച്ച് ചെയ്ത് റൂട്ട് നോക്കി, പിന്നെ അവിടെ റെസ്റ്റോറൻറ്റ്സ് എല്ലാം നോക്കി പോകണം. റെസ്റ്റോറൻറ്റ്സ് എല്ലാം വളരെ കുറവാണ് ഈ ഒരു റൂട്ടിൽ. അപ്പം ഇവരുടെ കൂടെ പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആക്ച്വലി ഇതൊരു മികച്ച തീരുമാനമായിരുന്നു നമ്മളുടെ. ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ ടൂർ പാക്കേജെല്ലാം എടുത്ത് പോകുന്ന സമയത്ത് അവർ പറ്റിക്കുമോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ടീംസും പിന്നെ കോർഡിനേറ്ററും എല്ലാം ഭയങ്കര അടിപൊളിയായതുകൊണ്ട് ഫുൾ സെറ്റായിരുന്നു. അപ്പോൾ ജോർജിയയിൽ ഫസ്റ്റ് ടൈം ഒക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ, എസ്പെഷ്യലി ഈ കാസ്ബേഗി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണെങ്കിൽ പോകുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഒരു 1 ഡേ ടൂർ പാക്കേജ് എടുത്തിട്ട് പോകുന്നത് ഒരു കൺവീനിയൻറ്റ് ഓപ്ഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ വണ്ടിയിൽ കയറിയിരുന്നു. അവർ ഞങ്ങളടുത്ത് ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെയാണ് എല്ലാവരും വരേണ്ടത്, അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പം നമ്മളും ആ സ്ഥലത്തേക്ക് പോയി വണ്ടിയിൽ കയറി. കറക്റ്റ് 9 മണിക്കായിരുന്നു തോന്നുന്നു അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. കറക്റ്റ് ആ ടൈമിന് തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളെ നാട്ടിലെ പോലെ ലേറ്റ് ആകുന്ന ആൾക്കാരൊന്നും അല്ല, എനിക്ക് മനസ്സിലായി. നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ്, പക്ഷെ അവരെല്ലാം കറക്റ്റ് ടൈമിന് എത്തിയിട്ടുണ്ടായിരുന്നു. Actually, folks, I will probably already send you a mail or WhatsApp the menu of the restaurants. Please take a look on the road. I'm going to ask you what you choose it for the restaurant. You're going to have your numbers, and we will see. What do you call it? What do you call Georgian Ukrainian? Gruzia. Yeah, exactly. Do you know what that means? Gruzia means cargo passing land because of the Silk Road. അപ്പോൾ നമ്മളെ കാസ്ബേഗി ട്രിപ്പിലുള്ള ഫസ്റ്റ് സ്റ്റോപ്പാണ് സിൻവാലി റിസർവയർ. ഇതൊരു ബ്യൂട്ടിഫുൾ മാൻമെയ്ഡ് റിസർവയറാണ്. ചുറ്റും മൗണ്ടെയ്ൻസ് എല്ലാം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ വ്യൂ ഭയങ്കര സീനിക്കാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കോർഡിനേറ്റർ അവിടുത്തെ ഹിസ്റ്ററിയും അവിടെയുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും കാര്യങ്ങളെല്ലാം നമുക്കിങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും എക്സ്പ്ലെയിൻ ചെയ്തു തരും. പക്ഷെ സത്യം പറഞ്ഞാൽ ഓരോ സ്ഥലത്തെത്തുമ്പോഴും അതിൻ്റെ ആ ഒരു ബ്യൂട്ടി കണ്ടിട്ട് ഇതൊന്നും ശ്രദ്ധിക്കാൻ തന്നെ ടൈം ഉണ്ടാകാറില്ല. നമ്മൾ ഫുൾ ഫോട്ടോസ് എടുക്കും, വീഡിയോസ് എടുക്കും. പിന്നെ അവിടെ ഷോപ്പിംഗ് ചെയ്യാനുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്, അവിടെ പോയി കുറച്ച് സാധനങ്ങൾ കാര്യങ്ങളെല്ലാം നോക്കും. ഞാൻ എടുത്ത ഫോട്ടോസെല്ലാം ഇതിലെന്തായാലും കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് പോയത് ഒരു ഫോർട്ടിലായിരുന്നു. ഫോർട്ട് പുറത്തുനിന്ന് കാണുമ്പോൾ അതൊരു ഫോർട്ടാണ്, പക്ഷേ അകത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ ഒരു ചേർച്ചും പഴയ ഒരു ചേർച്ച് കാണാൻ പറ്റും. എല്ലാം ഒരു സ്റ്റോൺ വാൾസാണ്. ഇവിടെയുള്ള എല്ലാ ചേർച്ചിൻ്റെയും ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. എല്ലാ സ്റ്റോൺ വാൾസിലും കാണുന്ന കാവിങ്സ് ആൻഡ് ഡീറ്റെയിൽസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. ഇതെല്ലാം എത്രയോ കാലം മുന്നേ ചെയ്തതാണ്, പക്ഷേ ഇപ്പോഴും അവരിത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് അത് സമ്മതിക്കണം. അപ്പോൾ ഇവിടുത്തെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഓൾമോസ്റ്റ് അവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് വിശക്കും. പിന്നെ ഇതൊന്നും അടുത്തടുത്തല്ല, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, കാസ്ബേഗിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ടൂർ പാക്കേജ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് റെസ്റ്റോറൻറ്റ്സ് എല്ലാം കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവർ കൊണ്ടുപോയ റെസ്റ്റോറൻറ്റും അടിപൊളിയായിരുന്നു. നമ്മൾ കഴിച്ചത് അവരുടെ ഒരു ടൈപ്പ് ഓഫ് ബ്രെഡും പിന്നെ ഒരു ചിക്കൻ കറി, അത് ഗാർലിക് ആണ് അതിൽ കൂടുതൽ വരുന്നത്. എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. ഗാർലിക്കും ഭയങ്കര സോൾട്ടും ആണ് മെയിനായിട്ട് അവരെ ഫുഡിൽ, എല്ലാ ഫുഡിലും സോൾട്ട് അധികമാണ്. അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി. അതിനുശേഷം ആ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറി തുടങ്ങി. ചുറ്റും വലിയ മൗണ്ടെയ്ൻസ്, ഡീപ്പ് വാലീസ്, എല്ലാം കൂടി ഒരു ബ്യൂട്ടിഫുൾ, നമ്മൾ മൗണ്ടെയിൻ ഡ്രൈവ് പോകുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. ഞാനിതുവരെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടില്ല. ഈ വഴിയിൽ ഫുള്ള് കാണുന്ന മൗണ്ടെയിൻ വ്യൂസ് ശരിക്കും ബ്രെത്ത് ടേക്കിംഗ് ആയിരുന്നു. ഓരോ ടേൺ കഴിയുമ്പോഴും എന്താ പറയുക, പുതിയ പുതിയ വ്യൂ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോവും വീഡിയോസെല്ലാം എടുത്ത് ഫോണിൻ്റെ മെമ്മറി ഫുള്ളാവും, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പിന്നെ ചില സ്ഥലങ്ങളിൽ വാലിയെല്ലാം ഭയങ്കര ഡീപ്പാണ്. അപ്പം അതിൻ്റെ മുകളിലൂടെ റോഡും മൗണ്ടെയ്ൻസും എല്ലാം കാണുമ്പോൾ ഒരു മൂവി സീൻ, നമ്മൾ ഈ യൂട്യൂബ് വീഡിയോസിലെല്ലാം കാണുന്നില്ലേ, ഈ സ്വിറ്റ്സർലൻഡിൻ്റെ വീഡിയോസിലെല്ലാം അതുപോലെയായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പം ദാ വന്നു നമ്മുടെ സ്നോ. സത്യം പറഞ്ഞാൽ കാണുമെന്ന് വിചാരിച്ചിട്ടില്ല. ലൈക്ക് ഇങ്ങനെ കുറച്ച് മൗണ്ടെയ്ൻസിൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും ഈ ഒരു ടൈം, നമ്മൾ പോയ ടൈമിൽ ജൂണിലൊന്നും അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലായിരുന്നു. നമ്മൾ പോയ സമയത്ത് നമുക്ക് അതും കാണാൻ പറ്റി. അങ്ങനെ സ്നോ ഒക്കെ കണ്ട് മനസ്സ് അലിഞ്ഞിരിക്കുമ്പോഴാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയത്. ഇതാണ് ഫ്രണ്ട്ഷിപ്പ് മോണ്യുമെൻറ്റ്.
ആക്ച്വലി ഈ മോണുമെൻറ്റ് കാണുന്നതിന് മുന്നേ ഈ ചുറ്റുമുള്ള സീനിയറിയാണ് ഞങ്ങളുടെ അറ്റൻഷൻ പിടിച്ചത്. കാരണം നമ്മളെ മുന്നിൽ ഹ്യൂജ് മൗണ്ടെയ്ൻസ്, താഴെ ഡീപ്പ് വാലി, അതിൻ്റെ ഇടയിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. പിന്നെ എവ്രിവെയർ മൗണ്ടെയ്ൻസ് കവേർഡ് വിത്ത് സ്നോ. ഒരു സൈഡിൽ മോണുമെൻ്റ് ഉണ്ട്, പിന്നെ എൻഡ്ലെസ് മൗണ്ടെയിൻ വ്യൂസ്. ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. നിങ്ങൾക്ക് വീഡിയോയിൽ അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണുമ്പം നമ്മളവിടെ ഇങ്ങനെ സ്റ്റക്കായി നിന്ന് പോകും. അത്രയും അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ജോർജിയയിലെ ഫേമസ് ഫ്രണ്ട്ഷിപ്പ് മോണുമെൻറ്റ്. ഇത് റഷ്യ ജോർജിയ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻ്റ് എന്നും അറിയപ്പെടുന്നു. 1983 ഈ മോണുമെൻറ്റ് നിർമ്മിച്ചത്. ജോർജിയയും റഷ്യയും തമ്മിലുള്ള അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ചതാണ്. അപ്പോൾ ഈ മോണുമെൻറ്റിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയ കളർഫുൾ മൊസൈക്ക് ആർട്ട് വർക്കാണ്. ഇതിൽ ജോർജിയൻ്റെയും റഷ്യയുടെയും ഹിസ്റ്ററിയും സംസ്കാരവും റെപ്രസെൻ്റ് ചെയ്യുന്ന കുറേ ചിത്രങ്ങൾ നമുക്ക് ഈ മൊസൈക്കിൽ കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു മൊസൈക്ക് ഒരു സെമി സർക്കുലർ ഷേപ്പിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാണാൻ വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. If we are ex-friends, we are not very enemies of each other. Why we don't remove it, that place? It's just a history. We keep it as a history. That's the only one answer. I was a kid sometimes. ഗൈസ്, ഈ കാണുന്നതെല്ലാം ഷീപ്പാണ്. അങ്ങോട്ട് അതാ കാണുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻറ്റ് കഴിഞ്ഞ് ഇനി ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷൻ കാസ്ബേഗിയിൽ അവിടെ ഒരു ചേർച്ച് ഉണ്ട്. അതൊരു മൗണ്ടെയിൻ്റെ ടോപ്പിലാണുള്ളത്. അവിടെ വരെ നമുക്ക് പോകണം. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ വിൻ്റർ സീസണെല്ലാം ആകുമ്പോഴത്തേക്ക് ഫുൾ സ്കീയിങ്ങും കുറേ സ്നോ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട്. നമ്മൾ വന്നത് ജൂണിലായതുകൊണ്ട് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ആൻഡ് ലുക്ക് അറ്റ് ദ വ്യൂ ഗൈസ്. അവിടെ ഇങ്ങനെ നിന്ന് പോവും. അപ്പോൾ ഇനിയുള്ള ജേണി നമുക്ക് വേറെ വണ്ടിയിലാണ് പോകേണ്ടത്. എന്തോ ഇവരുടെ വണ്ടി അങ്ങോട്ടേക്ക് പോകില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഫുൾ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ വണ്ടിയിൽ കയറി ആ ചേർച്ചിൻ്റെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യൂ പിന്നെ ഞാൻ പറയണ്ടല്ലോ. സത്യം പറഞ്ഞാൽ വീഡിയോസ് എടുത്തിട്ടും മതിയാവുന്നില്ല. വീഡിയോസിൽ കാണുന്നതിലും ബ്യൂട്ടി നേരിട്ട് കാണാനാണ്. കാസ്ബേഗിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഗർഗട്ടി ട്രിനിറ്റി ചേർച്ചാണ്. ഇതൊരു 14th സെഞ്ച്വറി ജോർജിയൻ ഓർത്തഡോക്സ് ചേർച്ചാണ്. അതായത് ഒരു 2000-ലധികം വർഷം പഴക്കമുള്ള ഒരു ഹിസ്റ്റോറിക് ചേർച്ച്. ആൻഡ് ഈ ചേർച്ചിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലൊക്കേഷൻ തന്നെയാണ്. കാസ്ബേഗി ഏകദേശം റഷ്യൻ ബോർഡറിൻ്റെ അടുത്ത് വരുന്ന ഒരു സ്ഥലമാണ്. അവിടുന്ന് ഒരു 7-8 കിലോമീറ്റർ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു റഷ്യയാണ്. അപ്പം നമ്മളിവിടുന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ആക്ച്വലി ഇവിടെ ഓൾമോസ്റ്റ് എവറി ആംഗിൾ ഇസ് പിക്ചർ പെർഫെക്റ്റ്. സത്യം പറഞ്ഞാൽ കാസ്ബേഗിയിലുള്ള ഈ ഒരു ട്രിപ്പായിരുന്നു നമ്മളുടെ ജോർജിയ ട്രിപ്പിലുള്ള ഒരു മേജർ ഹൈലൈറ്റ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് വൈൻ ആൻഡ് ഹണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വേറെ എവിടെയില്ല, പിന്നെ അവർ ടിബ്ലിസിയിൽ കൊണ്ട് വിടുകയായിരുന്നു ചെയ്തത്. സോ ഇഫ് യു ആർ പ്ലാനിങ് എ ജോർജിയ ട്രിപ്പ്, ഡോണ്ട് മിസ് കാസ്ബേഗി. എന്തായാലും ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്ഥലം തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.
അപ്പോൾ ജോർജിയ ട്രിപ്പിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ അടുത്ത ബ്യൂട്ടിഫുൾ പ്ലേസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.